ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ അത് ഞാനിവിടെ സബോളയും ചെറുതായി കൊത്തി തന്നെ തേങ്ങയും മല്ലിയിലയും കറിവേപ്പിലയും ഒരു വറ്റൻമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പട്ട, ഗ്രാമ്പ് ഇലക്കിയിട്ട് നന്നായി ഒന്ന് അടിച്ച് മിക്സ് ചെയ്ത് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാൽ അപ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങയിട്ട് നന്നായി മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചാണ് ഇപ്പോഴാണ് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ നമുക്ക് സബോള ഇട്ടോട് നന്നായി വഴറ്റിയിട്ട് നമ്മൾ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കണം അതിനനുസരിച്ച് അളവ് എടുക്കാം കേട്ടോ. ഞാൻ കറക്റ്റ് അളവ് പറയണില്ല. അത് നന്നായി പച്ചമണം മാറിയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഉപ്പ് ഇട്ട് കുറച്ച് മല്ലിയിലിട്ടിട്ട് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടണം നമുക്ക്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണം, ഉഗ്രൻ ടേസ്റ്റാണ്, അടിപൊളിയുണ്ട്, നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.